അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാനും പറയാനും എല്ലാവർക്കും നല്ല കഴിവാണ് അല്ലേ? അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വന്തം കുറ്റവും കുറവും മനസ്സിലാക്കാനുള്ള ധൈര്യമാണ് വേണ്ടത്. ഈ ഒരു ടോക്ക് നിങ്ങളിപ്പോൾ കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോഴോ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ഒന്ന് പറയാമോ? കാരണം ഒരു മനുഷ്യൻ നന്നാവുമ്പോൾ അല്ലെങ്കിൽ അതുവരെ സാധുവായി ജീവിച്ച് പണമില്ലാതെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരൊന്ന് കുറച്ചൊന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചെറിയ വീടൊന്ന് പൊളിച്ച് വലിയൊരു വീട് വയ്ക്കുമ്പോൾ മക്കൾ ചെറുതായി അതിൽ നിന്നും വലുതായി മക്കൾ സാമ്പത്തികമായി മുന്നേറുമ്പോൾ, അങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സൊക്കെ വളരുമ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും അവനെന്താണ് ഇങ്ങനെ നന്നാവുന്നത്, ആ ഒരു അസൂയ ഉള്ളിനുള്ളിൽ തോന്നുകയാണല്ലേ. അന്ന് തുടങ്ങി മറ്റുള്ളവരുടെ കുറ്റം പറച്ചിൽ. അവന് യഥാർത്ഥത്തിൽ നല്ല സമ്പാദ്യമാവില്ല, അവൻ എങ്ങനെയൊക്കെ ക്യാഷ് ഉണ്ടാക്കുകയാണ്, അവന് എത്ര നമ്മളൊന്നും നന്നാവുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ടോക്കുകൾ തുടങ്ങി ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ ജീവിതം പാഴാക്കുന്നവർ ഒരുപാടുണ്ട്. ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എപ്പോഴും ഒരു മനുഷ്യൻ അവർ നന്നായി തീരുമ്പോൾ ആർക്കും അസൂയ തോന്നാതിരിക്കുക, അവർക്ക് വേണ്ടി നല്ലത് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഒരാളെ അല്ലെങ്കിൽ ഒരു കെട്ടിച്ച് വിട്ട പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ തുടങ്ങും അടുത്ത സംസാരം. പെൺകുട്ടിക്ക് എന്തോ കാര്യമായിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അമ്മായിയുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം പെൺകുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ടാവും, അവിടേക്ക് അവർ നോക്കില്ല. അതുപോലെ മറ്റുള്ളവർ നന്നാവുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യുക, നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക. ഞാൻ ഇന്ന് എന്ത് കുറ്റവും കുറവുകളുമാണ് പറഞ്ഞു പോയിട്ടുള്ളത്, അതൊക്കെ ശരിയാണോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ അത് ഓവറാക്കാതെ നോക്കുക. ഓവറാക്കാതെ പോയിട്ട് ഒരു ചെറിയ കുറ്റങ്ങൾ പോലും പറയാതിരിക്കാൻ ഞാനടക്കം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവർ നന്നാവുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനൊരു സന്തോഷമാണ് വേണ്ടത്. അൽഹംദുലില്ലാ, അവനക്ക് നന്നാവാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ വരുമ്പോൾ ഒരു അൽഹംദിലേക്ക് അള്ളാഹു ഏറ്റവും വലിയ കൂലി, അതിൻ്റെ പ്രതിഫലം നമ്മളെ അള്ളാഹു നന്നാക്കി തരുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ അള്ളാഹു ഒരു പ്രയാസത്തിലോട്ടും ആക്കില്ല, ചെന്ന് വീഴിക്കില്ല എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യുക. ഒരു വൈകുന്നേരം രാവിലെ കഴിഞ്ഞോ ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ കിടക്കാൻ ചെല്ലുമ്പോൾ നമ്മളുടെ വിരിപ്പിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ തെറ്റുകളാണെന്ന് ചെയ്തു വെച്ചിട്ടുള്ളത്, എൻ്റെ കുറ്റവും കുറവും എന്തൊക്കെയാണ്, ഞാൻ ഇന്ന് ആരൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ നോക്കുക, നല്ലതുപോലെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലും നല്ല ഹൈറും ബർക്കത്തൊക്കെ ഉണ്ടാവും. നമ്മളൊരാളെ കുറ്റം പറഞ്ഞോ ജീവിതം അവരെ മുഷിപ്പിച്ചോ തള്ളി നീക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ.